ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മളിന്ന് ICT ലേണിംഗ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ICTയിലെ റിജക്ഷൻ ബ്ലോക്കിനെ പറ്റിയാണ്. റിജക്ഷൻ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ പലരും റിജക്ഷൻ ബ്ലോക്കിനെ പറ്റി ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട്. ഓക്കെ, അപ്പോൾ അതിനപ്പുറം ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പലരും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അതായത് മാർക്കറ്റിൽ നല്ല രീതിയിൽ അത്യാവശ്യം ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉള്ള രീതിയിലാണ് പല വീഡിയോസും. ഓക്കെ, അപ്പോൾ അതിനപ്പുറം മാർക്കറ്റിൽ എങ്ങനൊരു പ്രോപ്പർ റിജക്ഷൻ ബ്ലോക്ക് എങ്ങനെ കണ്ടെത്താം, അതായത് ഏറ്റവും ബേസിൽ നിന്ന് ഏറ്റവും അഡ്വാൻസ് ലെവൽ വരെ. ഇപ്പോൾ നമ്മൾ ഒരു മാർക്കറ്റിൽ ഒരു റിജക്ഷൻ കിട്ടി അവിടെ നിന്ന് വലിച്ച് നീട്ടി ഒരു റിജക്ഷൻ ബ്ലോക്ക് അങ്ങനെയൊന്നും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു അനലൈസ് അവിടെ വേണം. അവിടെ സ്മാർട്ട് മണി വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കണം, ലിക്വിഡിറ്റി ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ പല കാര്യങ്ങൾ റിജക്ഷൻ ബ്ലോക്കിലുണ്ട്. അപ്പോൾ ഞാനും നേരത്തെ റിജക്ഷൻ ബ്ലോക്കിനെ പറ്റി ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതും അത്യാവശ്യം ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് ലെവലായിട്ടുള്ള ആൾക്കാർക്കുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഓക്കെ, അതിനപ്പുറം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പക്ക ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെ ഒരു റിജക്ഷൻ ബ്ലോക്ക് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊരു പ്രീമിയം കമ്മ്യൂണിറ്റി ആയിരിക്കും. പ്രീമിയം കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു 13+ വീഡിയോസ് ഓക്കെ പക്ക മാർക്കറ്റിൽ വർക്കൗട്ട് ആകുന്ന ഏതൊരു ബിഗിനർ ട്രേഡേഴ്സിനും ഓക്കെ മൂവ് ചെയ്യാൻ പറ്റിയ നല്ല സ്ട്രാറ്റജികളും കാര്യങ്ങളും അടങ്ങിയ ഒരു 30ഓളം വീഡിയോസ്, സ്ട്രാറ്റജി പ്ലസ് കൺഫർമേഷൻ രീതികൾ ഒക്കെ ആയിട്ട് വീഡിയോസും, അതുപോലെ തന്നെ മന്ത്ലി ഗോൾഡിലും BTCയിലുമായിട്ട് ഫണ്ടമെൻ്റലി ആൻഡ് ടെക്നിക്കലി അനലൈസ് ചെയ്തിട്ടുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു മന്ത്ലി ഒരു 7 to 10 ട്രേഡ്സ് ഓക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു പ്രീമിയം കമ്മ്യൂണിറ്റി ഓക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആക്കുക. ഓക്കെ, അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യം റിജക്ഷൻ ബ്ലോക്കാണ്. ഫസ്റ്റ് കാര്യം, ഹൗ ടു പ്രോപ്പർലി ഐഡൻറ്റിഫൈ റിജക്ഷൻ ബ്ലോക്സ്, അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് റിജക്ഷൻ ട്രേഡിംഗ് പ്ലാൻസ്, അതുപോലെ തന്നെ സൈക്കോളജി ആൻഡ് കീ ക്യാരക്ടറിസ്റ്റിക് ഓഫ് റിജക്ഷൻ ബ്ലോക്ക്, അതുപോലെ തന്നെ ലൈവ് ട്രേഡ് എക്സാമ്പിൾസ്. ഇത്രയും കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് വൺ, എന്താണ് ഒരു റിജക്ഷൻ ബ്ലോക്ക്? ബേസിക് ഓഫ് റിജക്ഷൻ ബ്ലോക്ക് എന്താണ് നമ്മൾ അറിയണം. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് റിജക്ഷൻ ബ്ലോക്ക്? It refers to a price level where the market tries to break higher or lower but gets strongly rejected leaving behind a wick. അതായത് മാർക്കറ്റ് ഒരു പ്രൈസ് ലെവലിൽ മാർക്കറ്റ് ഒരു പ്രൈസ് ലെവലിനെ ബ്രേക്ക് ചെയ്യാൻ ഒന്നുകിൽ ഹൈ ബ്രേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ലോ ബ്രേക്ക് ചെയ്യാൻ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ മാർക്കറ്റ് അവിടുന്ന് റിജക്റ്റ് ചെയ്യുന്നു. മാർക്കറ്റ് അവിടുന്ന് റിജക്റ്റ് ചെയ്യുന്നു. അതെങ്ങനായിരിക്കും? ലിവിങ് ബിഹൈൻഡ് എ വിക്ക്, ഒരു വിക്ക് കൊണ്ട് റിജക്റ്റ് ചെയ്യുന്നു. അതായത് മാർക്കറ്റിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ ഒരു റേഞ്ചിലായിട്ട് മാർക്കറ്റ് ഒരു സപ്പോർട്ട് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് ഏരിയ ആണ് എന്ന് വിചാരിക്കുക. ആ ഒരു ഏരിയയിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ നോക്കി, എന്നാൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു വിക്ക് വന്ന് മാർക്കറ്റ് റിജക്റ്റ് ചെയ്തു, മാർക്കറ്റ് താഴോട്ട് പോയേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഏറ്റവും ബേസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻസ് ലെവൽ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. അതിനുശേഷം നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റിൽ എന്ത് വേണം? നമുക്ക് എവിടെ ഒരു എൻട്രി എടുക്കണമെങ്കിലും അവിടെ ലിക്വിഡിറ്റി അല്ലെങ്കിൽ പെൻഡിങ് ഓർഡേഴ്സ് വേണം. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് റിജക്റ്റ് ചെയ്യുന്നു. റിജക്റ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു റിജക്ഷൻ ബ്ലോക്ക് കിട്ടിയാൽ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, റിജക്ഷൻ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇത്രയും കാര്യം അല്ല. ഇതിൽ ഒരുപാട് കാര്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പം ഈ ഒരു റിജക്ഷൻ ബ്ലോക്കിൽ മാർക്കറ്റ് രണ്ടാമത് വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് അല്ലെങ്കിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്, പറഞ്ഞുതരാം. അപ്പോൾ മാർക്കറ്റ് രണ്ടാമത് വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ അവിടെ സ്മാർട്ട് മണി വർക്കാവുന്നു. സ്മാർട്ട് മണി വർക്കായിട്ട് മാർക്കറ്റ് പ്രോപ്പറായിട്ട് ആ ഒരു റിജക്ഷൻ ബ്ലോക്കിലെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് പോകുന്നു. അപ്പം ഈ ഒരു കാര്യമാണ് റിജക്ഷൻ ബ്ലോക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. ക്ലിയർ ഡെഫിനിഷൻ. ഇനി നിങ്ങളിവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്ലൈ ഏരിയ ആണ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്ലൈ ഏരിയ ആണ്. മാർക്കറ്റ് ഇവിടെ റിജക്റ്റ് ചെയ്തു, മാർക്കറ്റ് ഇവിടെയും റിജക്റ്റ് ചെയ്തു. സോ ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള സപ്ലൈ ഏരിയ ആണ്. എന്നാൽ പിന്നീട് മാർക്കറ്റ് വന്ന് താഴോട്ട് ഇറങ്ങിയതിനു ശേഷം മാർക്കറ്റ് ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്യാൻ നോക്കി. സ്ട്രോങ് ആയിട്ട് ഈ ഒരു സപ്ലൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ നോക്കി.
ബ്രേക്ക് ചെയ്യാൻ നോക്കിയിട്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ നോക്കുമ്പോൾ ഒരു വിക്ക് വന്ന് മാർക്കറ്റ് ഇങ്ങനെ വന്ന് ടാപ്പ് ചെയ്തു, അവിടെ ഒരു റിജക്ഷൻ ബ്ലോക്ക് ക്രിയേറ്റായി. എന്താണ്? ഒരു റിജക്ഷൻ ബ്ലോക്ക് ക്രിയേറ്റായി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കുക കാണാൻ പറ്റും, ഇവിടെ എന്താണ്? മാർക്കറ്റിലൊരു ഡിമാൻഡ് ഏരിയ ആണ്. ഓക്കെ, എന്താണ്? ഡിമാൻഡ് ഏരിയ ആണ്. എന്നാൽ ഇവിടെ നിങ്ങൾക്കാണെങ്കിൽ പ്രോപ്പറായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ബേസായിട്ടുള്ള ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവത്തില്ല. എന്നാൽ മാർക്കറ്റ് ഈ ഒരു ഡിമാൻഡ് ഏരിയയെ വന്ന് റെസ്പെക്റ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയേക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒരു റേഞ്ചും ഈ ഒരു റേഞ്ചൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു റേഞ്ചിനൊന്നും മാർക്കറ്റ് എന്താണ് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടില്ല. ഒരു വിക്ക് കൊണ്ട് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു, മാർക്കറ്റ് ഒരു വിക്ക് കൊണ്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ നോക്കി. എന്തായാലും മാർക്കറ്റ് എന്താണ്? ഒരു വിക്ക് കൊണ്ട് മാർക്കറ്റ് എവിടെയും മാർക്കറ്റ് ഒന്നിനെയും ബ്രേക്ക് ചെയ്യത്തില്ല. ഓക്കെ, വിക്ക് എന്ന് പറയുന്നത് മാർക്കറ്റ് അബ്സോർബ് ചെയ്യുകയാണ്. എന്താണ്? ഓർഡേഴ്സ് അബ്സോർബ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വിക്ക് നമ്മൾ എന്തായിട്ടെടുത്തു? ഒരു റിജക്ഷൻ ബ്ലോക്ക് ആയിട്ടെടുത്തു. ഓക്കെ, ഒന്നുകിൽ മാർക്കറ്റ് ഒരു ഡിമാൻഡ് ഏരിയ ബ്രേക്ക് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ഒരു സപ്ലൈ ഏരിയ ബ്രേക്ക് ചെയ്യാൻ നോക്കുക. എന്നാൽ ബ്രേക്ക് ചെയ്യാൻ പറ്റാണ്ട് വരിക എന്താണ് സംഭവിക്കുക? വിക്ക് ഉണ്ടാവുക. ആ ഒരു വിക്കിൽ നമ്മൾ ഒരു റിജക്ഷൻ ബ്ലോക്ക് ഉണ്ടാക്കിയെടുക്കുന്നു, ദെൻ എൻട്രികൾ പുഷ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ട് കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയും കാണാൻ പറ്റും. ഓക്കെ, എന്താണ്? ഒരു റിജക്ഷൻ ബ്ലോക്കുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു റേഞ്ചിന്, ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ നോക്കി, എന്നാൽ നടന്നിട്ടില്ല. ഒരു വിക്ക് വന്നു, മാർക്കറ്റ് റിജക്റ്റ് ചെയ്തു, മാർക്കറ്റ് താഴോട്ട് പോയി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയും കാണാൻ പറ്റും. ഇവിടെ എന്ത് കാണാൻ പറ്റും? ഇതൊക്കെ ഒരു ഡിമാൻഡുള്ള ഏരിയ ആണ്. എന്തുകൊണ്ട് ഡിമാൻഡുള്ള ഏരിയ? അവിടെ എല്ലാം സ്മാർട്ട് മണി വർക്കായിട്ടുണ്ട്. ഓക്കെ, ഇതൊരു സപ്പോർട്ട് ലെവലാണ്. സോ മാർക്കറ്റ് ഇവിടെ വന്നു സ്ട്രോങ് ആയിട്ട് റിജക്റ്റ് ചെയ്തപ്പോൾ എന്താണ്? സ്ട്രോങ് ആയിട്ടുള്ളൊരു വിക്ക് കിട്ടി. ആ ഒരു വിക്ക് നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? റിജക്ഷൻ ബ്ലോക്ക് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ദ തിയറി ബിഹൈൻഡ്സ് റിജക്ഷൻ ബ്ലോക്ക്. എന്താണ് തിയറി? എന്താണ് പ്രോപ്പറായിട്ട് റിജക്ഷൻ ബ്ലോക്ക് എന്നത്? ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ കണ്ടോ, ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഒരു സപ്ലൈ ഏരിയ കാണാൻ പറ്റും. ഇത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്ലൈ ഏരിയ ആണ്. ഓക്കെ, ഈ റേഞ്ചിലും മാർക്കറ്റ് വന്ന് എന്താണ് റെസ്പെക്റ്റ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. എന്നാൽ മാർക്കറ്റ് അധികം താഴോട്ട് പോയിട്ടില്ല. ഓക്കെ, മാർക്കറ്റ് ഈ ഒരു സപ്ലൈ ഏരിയ, അതായത് ഈ ഒരു സപ്ലൈ ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നു. എന്താണ്? മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നു. അതിന് ശേഷം മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വിക്ക് വന്നടിച്ചിരിക്കുന്നു. വിക്ക് വന്നടിച്ചിരിക്കുക എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓർഡേഴ്സ് അബ്സോർബ് ചെയ്യുന്നു. ഓക്കെ, മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യാൻ പറ്റാണ്ട് വരുന്നു. ഓക്കെ, എന്താണ്? ബ്രേക്ക് ചെയ്യാൻ പറ്റാണ്ട് വരുന്നു. അതുപോലെ തന്നെ ബയേഴ്സ് അവിടെ ഡിക്രീസ് ആവുന്നു, ദെൻ സെല്ലേഴ്സ് അവിടെ എന്താണ് ഇൻക്രീസ് ആവുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ മാർക്കറ്റ് എന്താണ്? സ്ട്രോങ് ആയിട്ടുള്ളൊരു വിക്ക് വന്ന് ടാപ്പ് ചെയ്തു. അവിടെ ഒരു സ്മാർട്ട് മണി വർക്കായിട്ടുണ്ട്. മാർക്കറ്റ് ഒരു ഷാർപ്പ് മൂവ് മാർക്കറ്റ് താഴോട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം എന്താണ്? നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. എന്ത് കിട്ടി? ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു വിക്ക് ഉണ്ടല്ലോ, ഈ ഒരു വിക്ക് നമുക്ക് എന്തായിട്ടെടുക്കാം? ഒരു റിജക്ഷൻ ബ്ലോക്കായിട്ടെടുക്കാം. എന്തായിട്ടെടുക്കാം? ഒരു റിജക്ഷൻ ബ്ലോക്കായിട്ടെടുക്കാം. സോ മാർക്കറ്റ് പിന്നീട് ഈ ഒരു റേഞ്ചിൽ വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. എങ്ങനെ എൻട്രി എടുക്കാം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ദെൻ ഇവിടെ ദ തിയറി ബിഹൈൻഡ്സ് റിജക്ഷൻ ബ്ലോക്ക്. ദ സ്മാർട്ട് മണി വിൽ എയ്തർ ഡിഫെൻഡ് ദെയർ പൊസിഷൻ ഓർ ഇനിഷ്യേറ്റ് ദ റിമൈനിങ് പോർഷൻ ഓഫ് ദെയർ പൊസിഷൻസ്. അതായത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ, ഈ ഒരു റേഞ്ചിൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, ഒരു റിജക്ഷൻ ബ്ലോക്ക് ഉണ്ടായതിനു ശേഷം മാർക്കറ്റ് പയ്യെ വന്ന് ആ ഒരു റിജക്ഷൻ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി പുഷ് ചെയ്യാമെന്ന്. ഇവിടുത്തെ ഒരു കറക്റ്റൊരു തിയറി എന്താണെന്ന് പറഞ്ഞാൽ, മാർക്കറ്റ് ഇപ്പോൾ ഒരു സ്മാർട്ട് മണി വർക്കാവുമ്പോൾ ഒരു പ്രൈസ് റേഞ്ചിൽ അത്രത്തോളം ലിക്വിഡിറ്റി അല്ലെങ്കിൽ അത്രത്തോളം ഒരു ഓർഡേഴ്സ് ഉണ്ട് എങ്കിൽ, ഓക്കെ, ഒരു സ്മാർട്ട് മണി ഇപ്പം ഒരു 100 CR ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ നിൽക്കുക. അങ്ങനെ അവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് എന്താണ്? ഈ ഒരു റേഞ്ചിൽ ചിലപ്പോൾ സ്മാർട്ട് മണി വർക്കായിട്ട് അവിടെ ഒരു 60 CR അല്ലെങ്കിൽ ഒരു 70 CRൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു 70 CRൻ്റെ ഓർഡേഴ്സ് എന്ത് ചെയ്തു? അവിടെ എക്സിക്യൂട്ട് ചെയ്തു. എന്നാൽ ബാക്കി ഒരു 40 CR ഉണ്ട്. ആ ഒരു 40 CR എന്താണ്? ബാക്കി ഈ ഒരു റേഞ്ചിലിട്ട് അവരാണെങ്കിൽ ആ ഓർഡർ എക്സിക്യൂട്ട് ചെയ്ത് മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് പോവും. ഓക്കെ, അതാണ് അവിടുത്തെ ഒരു ഒരു തിയറി എന്ന് പറയുക. ഇനി രണ്ടാമത്തത് ലിക്വിഡിറ്റി കളക്ഷൻ ഓർ ലിക്വിഡിറ്റി ഗ്രാബ്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ എന്ത് കാണാൻ പറ്റും? ഇതൊരു സപ്ലൈ ഏരിയ അല്ലേ?
മാർക്കറ്റിൽ ഇതൊരു സപ്ലൈ ഏരിയ ആണ്. മാർക്കറ്റിൽ അവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്, ഫെയർ വാല്യൂ ഗ്യാപ്സ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതൊരു സപ്ലൈ ഏരിയ ആണ്. ആ ഒരു സ്വിങ്ങിന് മുകളിലായിട്ട് എന്തുണ്ട്, പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ട്. എന്തുണ്ട്, പെൻഡിങ് ഓർഡേഴ്സ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഉണ്ട്. സോ ഇത് ഒരു സപ്ലൈ ഏരിയ ആണ്. ഈ ഒരു സപ്ലൈ ഏരിയയിലോട്ട് മാർക്കറ്റ് കയറി വന്നതിന് ശേഷമോ എന്തുണ്ടായി, മാർക്കറ്റ് ഈ ഒരു സപ്ലൈ ബ്രേക്ക് ചെയ്യാൻ നോക്കി, ബട്ട് ബ്രേക്ക് ആയില്ല. അതിനപ്പുറം എന്താണ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിക്ക് വന്നു റിജക്റ്റ് ചെയ്തു. ശേഷം അവിടെ ഒരു റിജക്ഷൻ ബ്ലോക്ക് ഉണ്ടായി. അതിനു മുമ്പ് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ദെൻ ഈ ഒരു റിജക്ഷൻ ബ്ലോക്കിൽ നിങ്ങൾക്ക് എന്താണ്, ഒരു എൻട്രി പുഷ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ നോക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ എന്തുണ്ടോന്ന്, ഒരു ഹെൽത്തി പ്രൈസ് ആക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഒരു ഹെൽത്തി പ്രൈസ് ആക്ഷൻ മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് അത്രയും ഹെൽത്തി ആയിട്ട് മാർക്കറ്റ് ഇങ്ങനെ മുകളിലോട്ട് പമ്പ് ചെയ്ത് വരിക. ഇവിടെ നിങ്ങളൊരു തിയറി പരമായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സപ്ലൈ ഏരിയ ഉണ്ട്. ഓക്കെ, എന്തുണ്ട്, ഒരു സപ്ലൈ ഏരിയ ഉണ്ട്. മാർക്കറ്റ് എന്നാൽ നല്ല അടിച്ച് കയറി നല്ല മൊമെൻ്റത്തിൽ കയറി വരുന്ന മാർക്കറ്റാണ്. ഇങ്ങനെ ഈ ഒരു മൊമെൻ്റത്തിൽ മാർക്കറ്റ് കയറി വരുമ്പോൾ റീറ്റെയിൽ ട്രേഡേഴ്സിന് നല്ല രീതിയിൽ എന്തുണ്ടാവും, അവർ മാനിപ്പുലേറ്റ് ആയി പോകും. ഓക്കെ, റീറ്റെയിൽ ട്രേഡേഴ്സ് ഇവിടെ പലരും വന്ന് ചിലപ്പോൾ ബൈ എടുക്കാം. അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ സംഭവിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും. ഓക്കെ, അങ്ങനെ കുറച്ചുകൂടി തിയറി അവിടെ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഹിറ്റായി കഴിഞ്ഞാൽ എന്താണ്, പല ഓർഡേഴ്സുകൾ അവിടെ കാണും. ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത്രത്തോളം ഓർഡേഴ്സ് കാണും. സോ അവിടെ സെല്ലേഴ്സ് ഇൻക്രീസ് ആവും. അതിനുശേഷം സെല്ലേഴ്സ് ഇൻക്രീസ് ആവുക മാത്രമല്ല, അവിടെ സ്മാർട്ട് മണി കൂടി വർക്കാവും. സ്മാർട്ട് മണി കൂടി വർക്കായി കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ അങ്ങ് റിജക്റ്റ് ചെയ്തതിന് ശേഷം കൂടാണ്ട് ഇവിടെ എന്തുണ്ട്, ലിക്വിഡിറ്റി ഉണ്ട്. സ്മാർട്ട് മണി കൺഫേം വർക്കായതിനു ശേഷം നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുക. അങ്ങനെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു റിജക്ഷൻ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു എൻട്രി പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ മാനിപ്പുലേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഇപ്പോൾ പല ട്രേഡേഴ്സിനെ മാനിപ്പുലേഷൻ നീക്കുമ്പം AMD സൈക്കിളായിരിക്കും ഓർമ്മ വരുന്നത്, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മാനിപ്പുലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ മാർക്കറ്റിൽ എന്താണ്, ഇതൊരു സപ്ലൈ ഏരിയ ആണ്. ഓക്കെ, മാർക്കറ്റ് ഇവിടെ ഒന്ന് റിജക്റ്റ് ചെയ്തു, ഇംബാലൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും, MSS ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ്, ഒരു സപ്ലൈ ഏരിയ ആണ്. സപ്ലൈ ഏരിയയിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു. മാർക്കറ്റ് ജസ്റ്റ് താഴോട്ട് ഇറങ്ങിയതിന് ശേഷം മാർക്കറ്റ് പിന്നീട് വന്നിട്ട് ഈ ഒരു റേഞ്ചിനെ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ നോക്കി. എന്നാൽ എന്താണ്, ഇവിടെ ഒന്നും ബ്രേക്കോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. ഓക്കെ, സ്ട്രോങ് ആയിട്ടുള്ളൊരു ബ്രേക്കോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. ബ്രേക്ക് ചെയ്യുമ്പോൾ പലരും ചെയ്യുന്ന ബൈ ഓർഡേഴ്സൊക്കെ അങ്ങ് എക്സിക്യൂട്ട് ചെയ്ത് കളയും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ചുകൂടി തിയറി പരമായിട്ട് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ സ്ട്രോങ് ആയിട്ട് എന്താണ്, മാർക്കറ്റ് റിജക്റ്റ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ റിജക്റ്റ് ചെയ്തേക്കുവാണെങ്കിൽ അതൊരു റിജക്ഷൻ ബ്ലോക്കാക്കി നമുക്ക് എൻട്രികൾ പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓർഡർ അബ്സോർപ്ഷൻ എന്ന് പറയും. ഓർഡർ അബ്സോർപ്ഷൻ ഇത് കീ മെക്കാനിസം ബിഹൈൻഡ് റിജക്ഷൻ ബ്ലോക്ക്. ഓക്കെ, ഇവിടെ മാർക്കറ്റ് എന്താണ്, ഒരു അപ് ട്രെൻഡിൽ മൂവ് ചെയ്ത് വരുന്ന മാർക്കറ്റാണ്. മൂവ് ചെയ്ത് വന്ന മാർക്കറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഇവിടെ നിങ്ങൾക്കൊരു ഡിമാൻഡ് ഏരിയ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരു ഡിമാൻഡ് ഏരിയ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താണ്, ഒരു സപ്പോർട്ട് റേഞ്ചിങ് കാണാൻ പറ്റും, ഈ ഒരു പ്രൈസും. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യം, പല കാര്യങ്ങൾ ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ഡിമാൻഡ് ഏരിയ ആണ്. എൻട്രികൾ വരുന്ന വഴി നിങ്ങൾ നോക്കിക്കോണം. ഇതൊരു ഡിമാൻഡ് ഏരിയ. ഈ ഒരു ഡിമാൻഡ് ഏരിയയിൽ ഇവിടെ എന്താണ്, ഈ ഒരു റേഞ്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു ഈക്വൽ ലോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരുന്നതേ ഉള്ളൂ ചാർട്ട് കണ്ടപ്പോൾ. ഓക്കെ, ഇവിടെ എന്താണ്, ഈ ഒരു പ്രൈസും ഈ ഒരു റേഞ്ചൂടെ ഒരു സപ്പോർട്ട് ലെവലാണ്. ഓക്കെ, ഈ ഒരു സപ്പോർട്ട് ലെവലിനെ മാർക്കറ്റ് എന്താണ്, സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തു. മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തില്ല, പകരം ഈ ഒരു ഡിമാൻഡ് ഏരിയയിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു. ഈ ഒരു ഡിമാൻഡ് ഏരിയയിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തത് മാത്രമല്ല, ഈ ഒരു സപ്പോർട്ടിനെ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ നോക്കിയതിന് ശേഷം ഇവിടെ എന്താണ്, നല്ലൊരു വിക്ക് ഫോം ആയേക്കുന്നതാണ്, നല്ലൊരു റിജക്ഷൻ ബ്ലോക്ക് ഫോം ആയേക്കുന്നത് കാണാൻ പറ്റും. ആ ഒരു റിജക്ഷൻ ബ്ലോക്ക് വന്ന് ടാപ്പ് ചെയ്തേക്കുന്നത് എവിടെയാണ്, ആ ഒരു ഡിമാൻഡ് ഏരിയയിലാണ്. ഓക്കെ, ഇനി ഇവിടെ പലരും ഈ പ്രൈസിൽ എൻട്രി എടുക്കുന്നവരുണ്ട്. ഓക്കെ, എന്താണ്, ഈ ഒരു പ്രൈസിൽ മുകളിലോട്ട് എൻട്രി പുഷ് ചെയ്യുന്നവരുണ്ട്. ഇനി അതുമാത്രമല്ല,
ദെൻ മാർക്കറ്റ് ഈ ഒരു റിജക്ഷൻ ബ്ലോക്ക് ഇവിടെ ക്രിയേറ്റ് ആയാൽ ദെൻ ഇവിടുന്ന് ഈ ഒരു ഷിഫ്റ്റ് കിട്ടിയതിന് ശേഷം മാർക്കറ്റ് വന്ന് താഴോട്ട് വന്ന് ഈ ഒരു റിജക്ഷൻ ബ്ലോക്കിൽ നിങ്ങൾക്ക് വീണ്ടും എൻട്രികൾ പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊരു പ്രാക്ടിക്കലി ഇത് നല്ല അടിപൊളി ഒരു എൻട്രി മെത്തേഡാണ്. ഓക്കെ, ബാക്കി ആ ഒരു അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്മാർട്ട് മണി വർക്കായതിനു ശേഷം ബാക്കി ഓർഡർ അബ്സോർബ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് ഇറങ്ങി പിന്നെയും വരും. ഓക്കെ, ഇനി പ്രൈസ് ഇംബാലൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് അറിയാം എന്താണ് മാർക്കറ്റ് ഇവിടെ ഒരു റിജക്ഷൻ ബ്ലോക്ക് തരിക. ഓക്കെ, മാർക്കറ്റ് അങ്ങനെ ഒരു റിജക്ഷൻ ബ്ലോക്ക് തന്നു കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ ഇംബാലൻസ് തരുമ്പോൾ എന്താണ് ഇംബാലൻസ് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത് അവിടെ സ്മാർട്ട് മണി വർക്കായിട്ടുണ്ട്. ഓക്കെ, അവിടെ എന്താണ് സ്മാർട്ട് മണി അതിനുശേഷം മാർക്കറ്റിൽ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുക. ഓക്കെ, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന റിജക്ഷൻ ബ്ലോക്ക് എന്തുകൊണ്ടാണ് ഒരു റിജക്ഷൻ ബ്ലോക്ക് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു എന്ന് വെച്ചാൽ മാർക്കറ്റ് ഒരു പ്രൈസ് റേഞ്ചിൽ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ നോക്കി, എന്നാൽ അവിടെ ആ ഒരു ബ്രേക്കോ കാര്യങ്ങളോ നടന്നിട്ടില്ല. ഓക്കെ, അതിന് പകരം അവിടെ എന്താണ് ആ ഒരു ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു റിജക്ഷൻ ഏരിയയിൽ നമുക്ക് എന്താണ് ആ ഒരു എൻട്രി പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങനൊരു പ്രൈസ് നിങ്ങൾ കാണും, ഇങ്ങനൊരു ചാർട്ട് നിങ്ങൾ കാണും, അങ്ങനെ കാണുവാണെങ്കിൽ മാക്സിമം ഈ ഒരു FEGയിൽ നിങ്ങൾ എൻട്രി പുഷ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഒന്നാമത്തെ കാര്യം ഇതൊരു ഡിസ്കൗണ്ട് ലെവൽ അല്ല. ഓക്കെ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്, അതിനെയൊക്കെ പറ്റി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിജക്ഷൻ ബ്ലോക്കിൽ നിങ്ങൾക്ക് എന്താണ് എൻട്രി പുഷ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ക്യാൻഡിൽ സ്റ്റിക്ക് ബേസ്ഡ് rejection blocks can be identified through a specific 3 candle sequence that form a swing high. അതായത് ഇതാണ് നമ്മളുടെ ഒരു കീ റേഞ്ച് ഏരിയ. എന്താണ് കീ റേഞ്ച് ഏരിയ എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ മാർക്കറ്റിൽ ഇത് റിജക്ഷൻ ക്യാൻഡിലാണ്. ഇവിടെ ഒരു ക്യാൻഡിൽ ഫോമായി. ഓക്കെ, ഇവിടെ ഒരു റിജക്ഷൻ ക്യാൻഡിൽ ഫോമായി. സോ അതിനുശേഷം ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഇവിടെ ഒരു ഇമ്പൾസ് ക്യാൻഡിൽ, ദെൻ അതിനുശേഷം ഒരു റിജക്ഷൻ ക്യാൻഡിൽ, അതിനുശേഷം ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ. ഈ ഒരു ക്യാൻഡിൽ പാറ്റേൺ എന്ന് വെച്ചാൽ നല്ല അടിപൊളി ഒരു പാറ്റേൺ ആണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പലരും എൻട്രി എടുക്കുന്ന ഒരു ക്യാൻഡിൽ പാറ്റേൺ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ റിജക്ഷൻ ബ്ലോക്ക് ഹൈ ആണ്, അതുപോലെ തന്നെ റിജക്ഷൻ ബ്ലോക്ക് ലോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുമാത്രമല്ല ഈ ഒരു ക്യാൻഡിൽ പാറ്റേൺ നിങ്ങൾ ഒരിക്കലും പോയി ഇതാണ് റിജക്ഷൻ ബ്ലോക്ക് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഓക്കെ, ഇവിടെ റിജക്ഷൻ ബ്ലോക്ക് ഈ ഒരു ക്യാൻഡിലായിരിക്കും സ്ട്രോങ് ആയിട്ട് റിജക്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ബേസ്ഡ് റിജക്ഷൻ ബ്ലോക്ക് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഓക്കെ, റിജക്ഷൻ ബ്ലോക്ക് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ത്രൂ എ സ്പെസിഫിക് 3 candle sequence that forms a swing high showing strong rejection from a key level. ഓക്കെ, അപ്പം ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്താണ് ഇതിനെയും കാട്ടി നല്ല രീതിയിൽ മാർക്കറ്റ് വിക്ക് വന്ന് റിജക്റ്റ് ചെയ്യാറുണ്ട് ചില ടൈമിലൊക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങളത് വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു എന്താണ് ആ ഒരു ഡിസ്കൗണ്ട് ലെവൽ ഇവിടെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വരെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, ആ ഒരു ലെവൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റിജക്ഷൻ ബ്ലോക്കിൻ്റെ ആ ഒരു 50% ആണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, ദ 50% ലെവൽ ഓഫ് എ റിജക്ഷൻ ബ്ലോക്ക് ആക്ട് ആസ് എ ക്രൂഷ്യൽ സപ്പോർട്ട് ഓർ റെസിസ്റ്റൻസ് സോൺ. This level often becomes a high probability area for price reaction, making it valuable for entries. അതായത് നമ്മളിപ്പോൾ എവിടെ ഒരു എൻട്രി നോക്കുകയാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഇവിടെ വന്നാലും നിങ്ങൾ മാക്സിമം ഈ റേഞ്ചിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ പറ്റും. മാക്സിമം നിങ്ങൾ ഈ ഒരു 50% എടുത്താൽ അത്രത്തോളം ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി നമ്പർ 1 സ്ട്രോങ് വിക്ക്, അതുപോലെ തന്നെ ദ ലാർജ് വിക്കർ ദ സ്ട്രോങ്ങർ ദാൻ റിജക്ഷൻ. അതായത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നോക്കുന്ന മെയിൻ കാര്യം സ്മാർട്ട് മണി എങ്ങനെ വർക്കായിട്ടുണ്ട് എന്നാണ്. രണ്ടാമത്തെ കാര്യം കീ ക്യാരക്ടറിസ്റ്റിക് ഓഫ് റിജക്ഷൻ ബ്ലോക്കാണ്. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ കാര്യം സ്ട്രോങ് വിക്ക്. അതായത് സ്ട്രോങ് വിക്കാണ് നമ്മളിവിടെ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം ദ ലാർജർ ദ വിക്ക് സ്ട്രോങ്ങർ ദ റിജക്ഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം ഷാർപ്പ് റിവേഴ്സൽ. മറ്റേത് രണ്ടും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഷാർപ്പ് റിവേഴ്സൽ എന്ന് ഉദ്ദേശിക്കുന്ന കാര്യം മാർക്കറ്റ് റിജക്റ്റ് ചെയ്തതിന് ശേഷം റിജക്റ്റ് ചെയ്യുക, ഏതെങ്കിലും ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലെവല്
ഓക്കെ, മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ നോക്കുക, ബ്രേക്ക് ആകാണ്ട് വരിക, അതിനുശേഷം മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് റിവേഴ്സ് ആവുക എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും, എന്ത് കാണാൻ പറ്റും? മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ അവിടെ സ്മാർട്ട് മണി വർക്ക് ആയതുകൊണ്ടാണ് മാർക്കറ്റ് ഷാർപ്പായിട്ട് റിവേഴ്സ് ആയിരിക്കുന്നത്. ഓക്കെ, ഇനി സ്മാർട്ട് മണി ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല പ്രോപ്പറായിട്ട് നല്ല കിട്ടിലൊരു കാര്യമാണിത്. ഓക്കെ, എന്ന് വെച്ചാൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ എന്താണ് സപ്ലൈ ഉണ്ട്. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ സപ്ലൈ ഉണ്ട്. എന്തുകൊണ്ട് സപ്ലൈ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം ഇവിടെ സ്മാർട്ട് മണി വർക്കായിട്ടുണ്ട്, നമുക്കിവിടെ ഒരു ചെറിയൊരു ഷിഫ്റ്റും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ മാർക്കറ്റ് ഒരു സപ്ലൈ ലെവൽ ക്രിയേറ്റ് ആയതിനു ശേഷം ഇവിടെ എന്താണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ നോക്കി. ഈ ഒരു സപ്ലൈ ലെവലിനെ മാർക്കറ്റ് എന്ത് ചെയ്യാൻ നോക്കി? ബ്രേക്ക് ചെയ്യാൻ നോക്കി. അങ്ങനെ ബ്രേക്ക് ചെയ്യാൻ നോക്കി ഈ ഒരു ക്യാൻഡിൽ എന്താണ് അൺയൂഷ്വലായിട്ട് വോളിയം ഇൻക്രീസ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടുത്തെ വോളിയമൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു റേഞ്ചിൻ്റെ വോളിയമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ ഒരു റേഞ്ചിൽ എന്താണ് അൺയൂഷ്വലായിട്ട് വോളിയം ഇൻക്രീസ് ആയിരിക്കുന്നത് കാണാൻ പറ്റും. എന്തുകൊണ്ട് അൺയൂഷ്വലായിട്ട് വോളിയം ഇൻക്രീസ് ആയി? അവിടെ സ്മാർട്ട് മണി വർക്ക് ആയതുകൊണ്ടാണ് അത്രയും അൺയൂഷ്വലായിട്ട് വോളിയം ഇൻക്രീസ് ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിജക്ഷൻ ബ്ലോക്ക് പക്കയാണ് എൻട്രി എടുക്കാൻ. ഓക്കെ, നമ്മൾ പറയത്തില്ല ഇടം വലം നോക്കി ചെയ്യുക എന്നുള്ളത്. ഇവിടെ നമ്മൾ മൊത്തത്തിൽ നോക്കിയിട്ടാണ് ഇവിടെ ഈ ഒരു റിജക്ഷൻ ബ്ലോക്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നത്. സോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണെന്നുള്ള കാര്യം. പല വീഡിയോസ് നമ്മൾ കണ്ടു കാണും റിജക്ഷൻ ബ്ലോക്കിനെ പറ്റി. ഓക്കെ, അപ്പം എന്താണ് ബേസ് ടു അഡ്വാൻസ് ലെവൽ റിജക്ഷൻ ബ്ലോക്ക് എന്ന് വെച്ചാൽ ഇത്രയും രീതിയിലൊക്കെ നമ്മൾ ചിന്തിച്ചിരിക്കണം. അപ്പം ഇനി എങ്ങനെ നമുക്ക് റിജക്ഷൻ ബ്ലോക്കിൽ നമുക്ക് എൻട്രി എടുക്കാമെന്നുള്ള കാര്യമാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? മാർക്കറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഹയർ ഹൈ ഹയർ ലോ ഒക്കെ തന്ന് മാർക്കറ്റ് പമ്പ് ചെയ്ത മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ ഒരു ഡിമാൻഡ് ഏരിയ ക്രിയേറ്റ് ആയി. സോ എന്താണ് ഡിമാൻഡ് ഏരിയ ക്രിയേറ്റ് ആയി. അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് വന്ന് മിറ്റിഗേറ്റ് ചെയ്യുന്ന മാർക്കറ്റ് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യാൻ നോക്കി. ബട്ട് ബ്രേക്ക് ആയില്ല. മാർക്കറ്റ് ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ട് ഒരു വിക്ക് കൊണ്ട് റിജക്റ്റ് ചെയ്തു എന്ന് നിങ്ങൾ ചിന്തിച്ചതിന് ശേഷം മാർക്കറ്റ് ഒരു അപ്സൈഡിലോട്ട് മൂവ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. ഓക്കെ, എന്ത് കിട്ടി? ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. അങ്ങനെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മാർക്കറ്റ് സ്ട്രോങ് വിക്ക് കൊണ്ട് റിജക്റ്റ് ചെയ്തൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു റിജക്ഷൻ ബ്ലോക്ക് നമുക്ക് ക്രിയേറ്റ് ആക്കാൻ പറ്റും. ഒരു റിജക്ഷൻ ബ്ലോക്ക് നമുക്ക് ക്രിയേറ്റ് ആക്കാൻ പറ്റും. അങ്ങനെ മാർക്കറ്റ് ആ ഒരു റിജക്ഷൻ ബ്ലോക്കിലോട്ട് ഇത് എപ്പോഴാണ്? ഹയർ ടൈം ഫ്രെയിമിലാണ്. ഓക്കെ, ഹയർ ടൈം ഫ്രെയിമിൽ അങ്ങനെ ഒരു റിജക്ഷൻ ബ്ലോക്ക് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നേരെ മാർക്കറ്റ് ആ ഒരു റിജക്ഷൻ ബ്ലോക്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ആ ഒരു റിജക്ഷൻ ബ്ലോക്കിലോട്ട് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു ലോവർ ടൈം ഫ്രെയിമിലോട്ട് മാറ്റാൻ പറ്റും. ലോവർ ടൈം ഫ്രെയിമിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ ഈ പറയുന്ന നമുക്ക് ലോവർ ലോ ലോവർ ഹൈ ഒക്കെ ഇങ്ങനെ കിട്ടിയായിരിക്കും മാർക്കറ്റ് ഇറങ്ങി വരുന്നത്. അതിനുശേഷം മാർക്കറ്റ് ലാസ്റ്റായിട്ട് ക്രിയേറ്റ് ആയിട്ടുള്ള ആ ഒരു ലോവർ ഹൈയെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്ക് കിട്ടും. അങ്ങനെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്ക് ഈ ഒരു റിജക്ഷൻ ബ്ലോക്കിൽ, അതായത് ഹയർ ടൈം ഫ്രെയിമിൽ റിജക്ഷൻ ബ്ലോക്കിൽ നമുക്ക് ആ ഒരു ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് പ്ലസ് അതിൻ്റെ കൂടെ എന്താണ് ഒരു FEG അല്ലെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ബ്രേക്കർ ബ്ലോക്ക് ഒരു മിറ്റിഗേഷൻ ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു IFEG, ഇത്രയും കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെക്സ്റ്റ് ഒരു പിടി അറയിലോട്ട് മാർക്കറ്റ് ആ ഒരു ലോവർ ടൈം ഫ്രെയിമിൽ വന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ആ ഒരു എൻട്രി പുഷ് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ ഒരു എൻട്രിയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു IFEG ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു PDRA, FEG, ഓർഡർ ബ്ലോക്ക്, ബ്രേക്കർ ബ്ലോക്ക്, മിറ്റിഗേഷൻ ബ്ലോക്ക്, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലോവർ ടൈം ഫ്രെയിമിൽ എൻട്രി പുഷ് ചെയ്യാൻ പറ്റും. അത്രയും കൺഫർമേഷനും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം, ഇവിടെ നിങ്ങൾക്ക് EURUSDയുടെ ഒരു 30 മിനിറ്റ് ചാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു 30 മിനിറ്റ് ചാർട്ടിൽ മാർക്കറ്റ് എന്താണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ തന്നിങ്ങനെ മൂവ് ചെയ്ത് ഇറങ്ങി വരുന്ന മാർക്കറ്റ് ഒരു റിജക്ഷൻ ബ്ലോക്കിൽ നമ്മളൊരു എൻട്രി നോക്കുക. ഓക്കെ, അങ്ങനെ താഴോട്ട് ഇറങ്ങി വന്ന മാർക്കറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ തന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു റേഞ്ച്, ഓക്കെ, ഈ ഒരു റേഞ്ചിൽ എന്തുണ്ട്? സപ്ലൈ ഉണ്ട്. ഓക്കെ, ഇതൊരു സപ്ലൈ ലെവലാണ്. ഇതൊരു സപ്ലൈ ലെവലാണ്. ഈ ഒരു സപ്ലൈ ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ നോക്കിയിട്ട് എന്താണ് സംഭവിച്ചത്? ഇവിടെ മാർക്കറ്റിൽ ആ ഒരു വിക്ക് വന്ന് മാർക്കറ്റ് റിജക്റ്റ് ചെയ്തു. ഓക്കെ, ഈ ഒരു റേഞ്ചിലായിട്ട് മാർക്കറ്റ് വന്ന് റിജക്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്യാൻ നോക്കി, സ്ട്രോങ് ആയിട്ട് നടന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വന്ന് റിജക്റ്റ് ആയതിനു ശേഷം മാർക്കറ്റ് ഇങ്ങനെ താഴോട്ട് നെക്സ്റ്റ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഓക്കെ, മാർക്കറ്റ് എന്താണ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാര്യങ്ങൾ തന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ 30 മിനിറ്റ്സിൽ നമുക്ക് ഈ ഒരു കാര്യം കിട്ടി. 30 മിനിറ്റ്സ് ഈ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു വിക്ക് നമുക്ക് എന്താണ് ഒരു റിജക്ഷൻ ബ്ലോക്കായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു വിക്ക് നമ്മൾ റിജക്ഷൻ ബ്ലോക്കായിട്ട് എടുത്തതിന് ശേഷം നമ്മൾ എന്താണ് മാർക്കറ്റ് ഈ ഒരു റിജക്ഷൻ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ദെൻ അതിനുശേഷം മാർക്കറ്റ് ആ ഒരു റിജക്ഷൻ ബ്ലോക്കിലോട്ട് വന്നു കയറിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും 30 മിനിറ്റ്സിൽ. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ട, ഇതൊരു 5 മിനിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യുക. 5 മിനിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കതാ ഈ ഒരു രീതിയിൽ കാണാൻ പറ്റും. ഓക്കെ, അതിനുശേഷം എന്താണ് നമുക്ക് ആ ഒരു 5 മിനിറ്റ്സിൽ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. ഇവിടെ നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇനി എന്താണ് നമ്മൾ നോക്കേണ്ടത്? നമ്മളൊരു PD ഒരു ബ്രേക്കർ ബ്ലോക്കോ മിറ്റിഗേഷൻ ബ്ലോക്കോ FEGയോ IFEGയോ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ ഇവിടെ നമുക്കിവിടെ ഒരു IFEG കിട്ടിയിട്ടുണ്ട്. എന്താണ് ഇവിടെ ഒരു IFEG നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ മാർക്കറ്റ് ഈ ഒരു IFEGയിൽ വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എൻട്രി പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് എൻട്രി പുഷ് ചെയ്യാൻ പറ്റും. നിങ്ങൾ സ്റ്റോപ്പ് ലോസ് മാക്സിമം നിങ്ങൾക്ക് ഈ ഒരു റേഞ്ചിലോട്ട് കയറ്റി വെക്കാം. അത്രയും കയറ്റി വെച്ചാൽ അത്രയും സേഫ് ആയിരിക്കും. ഓക്കെ, അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് എന്താണ് റിജക്ഷൻ ബ്ലോക്കിൽ എൻട്രി എടുക്കാം, അത്രത്തോളം ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ശരിക്കും റിജക്ഷൻ ബ്ലോക്കിൻ്റെ തിയറിയും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിമാൻഡ് ഏരിയകൾ, അതുപോലെ തന്നെ സപ്പോർട്ട് ലെവലിനെ മാർക്കറ്റ് വിക്കൊണ്ട് റിജക്റ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ആ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട്, ഒരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അത്രത്തോളം ചാൻസാണ് മാർക്കറ്റ് മുകളിലോട്ട് പമ്പ് ചെയ്ത് പോകാൻ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത്രത്തോളം ബെറ്റർ ആയിരിക്കും കാര്യം. അതുമാത്രമല്ല അവിടെ അത്രയും പെൻഡിങ് ഓർഡേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ അതുപോലെ തന്നെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ജസ്റ്റ് കമൻ്റ് ആക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കോട്ട് വീണ്ടും കാണാം. അപ്പോൾ ഡൗട്ട്സ് ഉള്ള കാര്യങ്ങൾ കമൻ്റ് ആക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.